ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മൊഡ്യൂൾ 5-ന്റെ അടുത്ത ടോപ്പിക്കാണ് ടണൽ ഡയോഡ്. ഇത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മൊഡ്യൂൾ 5-ലെ ഒരു ടോപ്പിക്കാണ്. കമ്പാരറ്റീവ്ലി ഈസിയർ ആണ്, തിയറി ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ്, ടണൽ ഡയോഡ് എന്താണെന്നും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ ടണൽ ഡയോഡ് ആസ് ആൻ ഓസിലേറ്റർ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ടണൽ ഡയോഡ് എന്ന് പറയുമ്പോൾ ഇത് മൈക്രോവേവ് ടണൽ ഡയോഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലെയും ടണൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാം സെയിം ആണ്. സാധാരണ ഡയോഡിൽ നിന്ന് ടണൽ ഡയോഡിന് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അതിനകത്ത് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്, ഹെവിലി ഡോപ്ഡ് ആണ്. സോ വെൻ ദി ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഒരു ഡയോഡിൽ കൂടുവാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ കുറയും, ഇറ്റ് ഡിക്രീസസ്. ആസ് എ റിസൾട്ട് ഡിപ്ലീഷൻ റീജിയൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ ചാർജ് കാരിയേഴ്സിന് ക്രോസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഡിപ്ലീഷൻ റീജിയൻ ആണ് ബേസിക്കലി ചാർജ് കാരിയേഴ്സിന്റെ അക്രോസ് ദ ജംഗ്ഷന്റെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ചും കൂടെ ചാർജ് കാരിയേഴ്സിന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടണൽ ഡയോഡ് എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആണ്. അപ്പോൾ സാധാരണ ഡയോഡിനേക്കാൾ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ വളരെ ഹൈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അതിന്റെ ഡിപ്ലീഷൻ റീജിയൻ സാധാരണ ഡയോഡിനേക്കാൾ വളരെ കുറവായിരിക്കും. അപ്പൊ അത് തന്നെ ഇതിനൊരു കാരണമാവും. ആസ് എ റിസൾട്ട് ചാർജ് കാരിയേഴ്സിന് മൂവ് ചെയ്യാൻ പറ്റും. ഇത് ക്രോസ് ചെയ്യുന്ന മാത്രമല്ല, ഇറ്റ് ക്യാൻ ആക്ച്വലി പെനിട്രേറ്റ് ത്രൂ ദ പൊട്ടൻഷ്യൽ ബാരിയർ. സാധാരണ കേസിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡയോഡിന് ഒരു 0.6 വോൾട്ട് ആണ് അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ. അത് എക്സീഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ടണൽ ഡയോഡിന്റെ ഹെവി ഡോപ്പിംഗ് ആയതുകൊണ്ട് ഈ അത്രയും ഫോർവേഡ് ബയസ്, അതായത് പൊട്ടൻഷ്യൽ ബാരിയർ എക്സീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ പൊട്ടൻഷ്യൽ ബാരിയറിലൂടെ പെനിട്രേറ്റ് ചെയ്ത് കയറി പോകാനുള്ള കഴിവ് ടണൽ ഡയോഡിനുണ്ട്. അതാണ് ഇതിനകത്ത് മീനിങ്. സാധാരണ ഡയോഡിന് പൊട്ടൻഷ്യൽ ബാരിയർ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കണ്ടക്ഷൻ നടക്കുകയുള്ളൂ. പക്ഷെ ഒരു ടണൽ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആൻഡ് ലെസർ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ, ദ ചാർജ് കാരിയേഴ്സ് ക്യാൻ പെനിട്രേറ്റ് ത്രൂ ദ പൊട്ടൻഷ്യൽ ബാരിയർ വിത്തൗട്ട് ക്ലൈംബിംഗ് ഓവർ ഇറ്റ്. പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ പെനിട്രേറ്റിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ ടണലിംഗ് എന്ന് പറയുന്നത്. സോ ഈ പ്രോസസ് പെനിട്രേറ്റിംഗ് ആയതുകൊണ്ട് ടണലിംഗ് എന്ന് പേര് വരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ടണൽ ഡയോഡ് എന്ന് പറയുന്നത്. ഇനി വേറൊരു പേരുണ്ട്, അത് നിങ്ങൾ ഓർത്തിരിക്കണം, ഇസാക്കി ഡയോഡ്. ഇസാക്കി ഡയോഡ്, ESAKI. ഇസാക്കി ഡയോഡ് എന്നൊരു പേരും കൂടി ഉണ്ട് ടണൽ ഡയോഡിന്. അതൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഇസാക്കി ഡയോഡ്. ഇസാക്കി ഡയോഡ് എന്ന് പറഞ്ഞാലും ടണൽ ഡയോഡാണ്. ഇസാക്കി ഡയോഡ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഇസാക്കി. ആ പേരിൽ നിന്നാണ് അങ്ങനെ ഒരു പേരുണ്ട് ടണൽ ഡയോഡ്. അപ്പൊ ഇസാക്കി ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കണം, ഇറ്റ് ഇസ് ടണൽ ഡയോഡ്. ഓക്കെ, ഇനി ഇതാണ് ഒരു ടണൽ ഡയോഡിന്റെ സിമ്പിൾ ആണ് ഈ കാണിച്ചേക്കുന്നത്. നമുക്കറിയാം ഒരു ഡയോഡ് എന്ന് പറയുമ്പോൾ ഒരു ആനോഡ് കാഥോഡ്. ഇപ്പം നോർമൽ ഡയോഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ സിമ്പിൾ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗിലേക്ക് വരുവാണ്. നമ്മൾ ഇതിനെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബൈ യൂസിങ് ദ എനർജി ബാൻഡ് ഡയഗ്രാം ആണ്. അപ്പൊ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ടണൽ ഡയോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ടത് ഈ ബാൻഡ് ഡയഗ്രാംസ് ആണ്. ഈ ബാൻഡ് ഡയഗ്രാം നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് ടണൽ ഡയോഡിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമുക്കറിയാം എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഉണ്ടാവും വിത്ത് ഡിപ്ലീഷൻ റീജിയൻ, അല്ലെങ്കിൽ ആ ഒരു ബാരിയർ, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് കാണും. അതാണ് ഒരു സാധാരണ ഒരു എനർജി ബാൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇതെന്ന് പറയുന്ന ഒരു PN ജംഗ്ഷൻ ആണ്. അപ്പൊ PN ജംഗ്ഷൻ ആയതുകൊണ്ട് P ടൈപ്പ് ലെയറും ഉണ്ട്, N ടൈപ്പും ഉണ്ട്. സോ ആ P ടൈപ്പ് എനർജി ബാൻഡ് ഡയഗ്രാം ഉണ്ട്, N ടൈപ്പ് എനർജി ബാൻഡ് ഡയഗ്രാം ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുക, ഒരു എനർജി ബാൻഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ് വിത്ത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കേസ് എന്ന് പറയുന്നത് ടണൽ ഡയോഡ് അണ്ടർ സീറോ ബയസ് കണ്ടീഷൻ ആണ്. സീറോ ബയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. അതായത് നോർമൽ ഇക്വിലിബ്രിയം കണ്ടീഷന്റെ സമയത്ത് എങ്ങനെയാണ് ഒരു ടണൽ ഡയോഡിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 2 ഫെർമി ലെവലും, അതായത് സാധാരണ കേസിൽ നമ്മളൊരു ഡയോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡയോഡിന്റെ ഫെർമി ലെവൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോർബിഡൻ എനർജി ഗ്യാപ്പിലാണ്. പക്ഷെ ടണൽ ഡയോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടണൽ ഡയോഡ് ഹെവിലി ഡോപ്ഡ് ആയതുകൊണ്ട് തന്നെ P ടൈപ്പില് അതിന്റെ ഫെർമി ലെവൽ എക്സിസ്റ്റ് ചെയ്യുന്നത് വാലൻസ് ബാൻഡിലും N ടൈപ്പിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നത് കണ്ടക്ഷൻ ബാൻഡിലുമാണ്. അപ്പൊ അത് ഓർത്തിരിക്കണം. ഫെർമി ലെവൽ നോർമലി സാധാരണ ഒരു ഡയോഡിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ടണൽ ഡയോഡിൽ ഫെർമി ലെവല് P ടൈപ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് വാലൻസ് ബാൻഡിലും N ടൈപ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കണ്ടക്ഷൻ ബാൻഡിലുമാണ്. അപ്പൊ നോർമൽ എക്സ്റ്റേണൽ ബയസ് കൊടുക്കാതിരിക്കുന്ന സമയത്ത് 2 ഫെർമി ലെവലും അലൈൻഡ് ആയിരിക്കും. നോക്കിയേ, ഇവിടുത്തെ ഫെർമി ലെവൽ, അതായത് P ടൈപ്പിലെ ഫെർമി ലെവലും N ടൈപ്പിലെ ഫെർമി ലെവലും കംപ്ലീറ്റ്ലി അലൈൻഡ് ആണ്. അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത്. സോ അണ്ടർ സീറോ ബയസ് ഇക്വിലിബ്രിയം ബോത്ത് ദ ഫെർമി ലെവൽസ് ആർ കംപ്ലീറ്റ്ലി അലൈൻഡ് വിത്ത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിൽ, നമ്മൾ ഈ N ടൈപ്പിന്റെ കണ്ടക്ഷൻ ബാൻഡിൽ ഒരു ഫിൽഡ് സ്റ്റേറ്റ്സ് ഉണ്ടാവും.
അതുപോലെ തന്നെ വാലൻസ് ബാൻഡിൽ ഒരു എം ടി സ്റ്റേറ്റ്സും ഉണ്ടാവും. എം ടി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത, അത് അറിഞ്ഞിരിക്കണം. അപ്പം പി ടൈപ്പിലാണെങ്കിൽ ഒരു വാലൻസ് ബാൻഡിൽ കുറച്ച് എം ടി സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡിൽ ഒരു കുറച്ച് ഭാഗം ഫിൽഡ് സ്റ്റേറ്റും ഉണ്ട് എൻ ടൈപ്പിൽ. അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സീറോ ബയസ് കണ്ടീഷനിൽ രണ്ട് ഫെർമി ലെവലും എന്താണ്, അലൈൻഡ് ആണ്. ഇനി നമ്മൾ ബയസ് അപ്ലൈ ചെയ്യാൻ പോവാണ്, അതാണ് ഈ കാണിക്കുന്നത്. സോ ദിസ് ഇസ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്യുന്നു, പീനെ പോസിറ്റീവിലേക്കും എൻ നെഗറ്റീവിലേക്കും അപ്ലൈ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്യുന്നത്. ബയസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നതാണ് ഓരോ റീജിയൻ നമ്മൾ എടുക്കുകയാണ് ബേസ്ഡ് അപ്പോൺ ദ വോൾട്ടേജ്. ഒരു റീജിയൻ എന്ന് പറയുന്നത് 0 to VP. VP സ്റ്റാൻഡ്സ് ഫോർ പീക്ക് വോൾട്ടേജ്. അതിപ്പോൾ ഞാനൊരു ഗ്രാഫ് വെച്ച് കാണിക്കാം. അതായത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ റേഞ്ച് 0 to VP ആണെങ്കിൽ ഫോർവേഡ് ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ പടത്തിൽ നിന്ന് കാണാം ഫെർമി ലെവൽ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് നേരത്തെ അലൈൻഡ് ആയിരുന്നു, ഒരേ പൊസിഷനിൽ അലൈൻഡ് ആയിരുന്നത് ഈ കുറച്ച് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ വിതിൻ ദ റേഞ്ച് 0 to VP ആകുമ്പോൾ നേരത്തെ അലൈൻഡ് ആയിരുന്ന ഫെർമി ലെവൽ ഷിഫ്റ്റ് ചെയ്തു. കണ്ടോ, ഫെർമി ലെവൽ ഷിഫ്റ്റ് ആയി. അപ്പോൾ ഫെർമി ലെവൽ ഷിഫ്റ്റ് ആവുന്നതിനനുസരിച്ച് നമുക്കറിയാം ഇവിടെ കുറച്ച് ഫിൽഡ് സ്റ്റേറ്റ്സും ഉണ്ട്, നേരത്തെ എം ടി സ്റ്റേറ്റ്സും ഉണ്ടായിരുന്നു. നേരത്തെ പടത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫിൽഡ് സ്റ്റേറ്റും എം ടി സ്റ്റേറ്റും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഫെർമി ലെവലാണ് അലൈൻഡ് ആയിട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ കുറച്ച് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഫെർമി ലെവൽ ഷിഫ്റ്റ് ആവും. ഫെർമി ലെവൽ ഷിഫ്റ്റ് ആകുമ്പം ഓട്ടോമാറ്റിക്കലി ഈ പാർഷ്യലി ഫിൽഡ് സ്റ്റേറ്റ്സും കൂടെ മേളിലേക്ക് കയറി വരും. അപ്പോൾ അന്നേരം എന്ത് സംഭവിക്കും, ഈ ടണലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ടണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽഡ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എം ടി സ്റ്റേറ്റ്സിലേക്ക് മൂവ് ചെയ്യാണ്, പെനിട്രേറ്റ് ചെയ്യാണ്. ആ എഫക്റ്റിനെയാണ് ടണലിംഗ്. അപ്പോൾ ടണലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വി പി തുടങ്ങുകയാണ്, സ്റ്റാർട്ടിങ് എത്തുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി V = VP ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, ടണലിംഗ് തുടങ്ങുന്നു. അതായത് 0 to VP തൊട്ട് ആദ്യം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, VP-യിലേക്ക് എത്തുമ്പോൾ അതായത് V = VP ആകുമ്പോൾ മാക്സിമം ടണലിംഗ് സംഭവിക്കുന്നു. ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് 0ക്കും VP-ക്കും കൊടുക്കുമ്പോൾ ഫെർമി ലെവൽ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഫെർമി ലെവൽ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഈ ഫിൽഡ് സ്റ്റേറ്റ്സ് മേളിലേക്ക് കയറും. മേളിലേക്ക് കയറുമ്പം ഇവിടെയുള്ള ഫിൽഡ് ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും, ഈ എം ടി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് ടണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടണലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു ഏത് റേഞ്ചിൽ, 0 to VP. ഇനി VP എത്തിക്കഴിയുമ്പോൾ അറ്റ് പീക്ക് വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, മാക്സിമം ടണലിംഗ് എത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫുള്ളി ഈ പാർഷ്യലി ഫിൽഡ് സ്റ്റേറ്റ്, ഈ ഫിൽഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അലൈൻഡ് ആയി വരുവാണ് ഈ എം ടി സ്റ്റേറ്റിലേക്ക്. അപ്പോൾ എന്ത് സംഭവിക്കും, മാക്സിമം ഇലക്ട്രോൺസിന് ഈ എം ടി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മാക്സിമം ടണലിംഗ് നടക്കും. മാക്സിമം ടണലിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം കറന്റ് ഫ്ലോ ആണ് നടക്കുന്നത്. അപ്പം V = VP, അതാണ് പീക്ക് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ടണലിങ്ങും മാക്സിമം കറണ്ടും നടക്കും. 0 to VP തൊട്ട് ടണലിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. VP എത്തിക്കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും, ഇത് രണ്ടും അതായത് ഈ ഫിൽഡ് സ്റ്റേറ്റും എം ടി സ്റ്റേറ്റും അലൈൻഡ് ആയി വരുന്നതുകൊണ്ട് മുഴുവൻ ഇലക്ട്രോൺസിനും ഇങ്ങോട്ട് ടണൽ ചെയ്യാൻ പറ്റും. അതായത് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഫോർബിഡൻ ഗ്യാപ്പ് വരെ നിൽക്കുന്നില്ല, അതിന് മുമ്പ് തന്നെ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സാധാരണ കേസിൽ ഒരു ഡയോഡിന് ഫോർബിഡൻ അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എക്സീഡ് ചെയ്താൽ മാത്രമേ കണ്ടക്ഷൻ നടക്കുള്ളൂ. പക്ഷെ ടണൽ ഡയോഡിന്റെ പ്രത്യേകത അതിന് മുമ്പ് തന്നെ കണ്ടക്ഷൻ നടക്കുന്നു. ദാറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത കൺസിഡറേഷൻ 0 ലെസ് ദാൻ VP, അടുത്തെന്ന് പറഞ്ഞാൽ V = VP. ഇനി അടുത്ത പടത്തിലേക്ക് നോക്കി, അടുത്ത പടം എന്ന് പറഞ്ഞാൽ VP ലെസ് ദാൻ VV എന്ന് പറഞ്ഞാൽ എന്താ, പീക്ക് വോൾട്ടേജിനും വാല്യൂ വോൾട്ടേജിനും ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് പിന്നെയും കൂട്ടുന്നു. അപ്പോൾ വോൾട്ടേജ് പിന്നെയും കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ഫെർമി ലെവൽ പിന്നെയും ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അന്നേരം എന്ത് സംഭവിക്കും, ഈ അലൈൻമെന്റ് മാറുവാണ്. അതായത് ഫിൽഡ് സ്റ്റേറ്റും എം ടി സ്റ്റേറ്റും നമ്മൾ അലൈൻമെന്റ് മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ടണലിംഗ് കുറയും. പറഞ്ഞ മനസ്സിലായി, ആദ്യം ടണലിംഗ് കൂടി മാക്സിമം ടണലിംഗ് എത്തി. പിന്നെ നമ്മൾ വോൾട്ടേജ് പീക്ക് വോൾട്ടേജ് തൊട്ട് വാല്യൂ വോൾട്ടേജ് റേഞ്ച് വരെ പിന്നെയും വോൾട്ടേജ് കൂട്ടുമ്പോൾ ഫെർമി ലെവൽ പിന്നെയും ഷിഫ്റ്റ് ചെയ്യുന്ന ചാൻസിൽ എന്ത് സംഭവിക്കും, ഈ ഫിൽഡ് സ്റ്റേറ്റ്സിന്റെ അലൈൻമെന്റ് മാറും. അതായത് കുറച്ചും കൂടി കയറി പോകുമ്പോൾ ടണലിംഗ് കുറയും. ടണലിംഗ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഫിൽഡ് സ്റ്റേറ്റ് ടു എം ടി സ്റ്റേറ്റ് കുറയും. പിന്നെ നമ്മളൊരു വോൾട്ടേജ് വാല്യൂ വോൾട്ടേജ് കഴിഞ്ഞ് പിന്നെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടണലിംഗ് എഫക്റ്റ് മാറി. കാരണം എന്താ, പിന്നെ ഈ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ ഒരിക്കലും ടണലിംഗ് നടക്കത്തില്ല. അപ്പൊ ടണലിംഗ് നടക്കുന്നത് ഏത് വരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ വോൾട്ടേജ് വരെയാണ്. ആ വാല്യൂ വോൾട്ടേജിനാണ് VV വരെ എടുക്കുന്നത്. 0 to VP വരെ ടണലിംഗ് നടക്കും. അത് ഇനി VP ആകുമ്പോൾ മാക്സിമം ടണലിംഗ് ആണ്. പിന്നെ VP to VV ആകുമ്പോൾ ടണലിംഗ് കുറയാൻ തുടങ്ങാൻ കാരണം അത് മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരും. VV കഴിഞ്ഞ് കഴിഞ്ഞാൽ ടണലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നോർമൽ ഡയോഡിന്റെ വർക്കിംഗ് ആയി. നോർമൽ ഡയോഡിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എക്സീഡ് ചെയ്ത് കഴിയുമ്പോൾ അതെന്താ, പിന്നെ ഡയോഡിന്റെ നോർമൽ
അതായത് പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഡയോഡ് ക്യാരയിലേക്ക് പോവാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൺസെപ്റ്റ്, അതായത് നമുക്ക് നോർമൽ ഫോർബിഡന് മുമ്പ് തന്നെ കണ്ടക്ഷൻ നടക്കുന്നു, മെയിൻലി ബൈ പെനിട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ ദ പൊട്ടൻഷ്യൽ ബാരിയർ. ഇതാണ് വർക്കിംഗ് ഓഫ് ടണൽ ഡയോഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ ബേസ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ നൊട്ടേഷൻസ് ആണ് കൊടുത്തതാണ്. ഇ എഫ് എന്ന് പറഞ്ഞാൽ ഫെർമി ലെവൽ, V0 എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ബാരിയർ, EG എന്ന് പറയുന്നത് എത്രയാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, EC എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിലെ ലോവസ്റ്റ് എനർജി, EV എന്ന് പറയുന്നത് മാക്സിമം എനർജി വാലൻസ് ബാൻഡിലെ, V എന്ന് പറയുന്ന അപ്ലൈഡ് വോൾട്ടേജ്, V ബാരിയർ ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് കാണുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ VI ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് വോൾട്ട് വേഴ്സസ് കറണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 0 തൊട്ട് VP വരെ വരുന്നവരെ കണ്ടോ കറണ്ട് കൂടുന്നു. ഇതെന്താണ്? ടണലിംഗ് നടക്കുന്ന സമയമാണ്. VP എത്തുമ്പോൾ മാക്സിമം കറണ്ട് ആണ്, കാരണം ഫുൾ ട്രാൻസ്ഫറിങ് നടക്കുവാണ്. പിന്നെ നമ്മൾ വോൾട്ടേജ് കൂട്ടുകയാണ് ഫ്രം VP ടു VV. അപ്പൊ എന്ത് സംഭവിക്കും? അത് മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് ടണലിംഗ് കുറയും. ടണലിംഗ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് കുറയും. അതാണ് ഈ കറണ്ട് കുറയുന്നതെന്ന് കാണുന്നത്. അത് ഇനി VV കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ റീജിയൻ കഴിഞ്ഞു, ടണലിംഗ് ഡയോഡിന്റെ റീജിയൻ കഴിഞ്ഞു. പിന്നെ എന്താ? ആ നോർമൽ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്കാണ് പോകുന്നത്. ഇതാണ് പിന്നെ അത് ഫോർവേഡ് വോൾട്ടേജ്, അതായത് സാധാരണ ഒരു ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി. ഇത്രയും പോർഷനിലാണ് ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ടണൽ ഡയോഡ്. അപ്പൊ ഈ ഒരു റീജിയനെ പറയുന്ന റീജിയൻ ആണ് നെഗറ്റീവ് റെസിസ്റ്റൻസ്. അതാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പം ടണൽ ഡയോഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡയോഡാണ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡയോഡ് എന്ന് പറഞ്ഞാൽ നോക്കിയ സാധാരണ കേസിൽ ഒരു ഡയോഡ് വർക്ക് ചെയ്യുന്നത് എന്താ? പോസിറ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഇത് എന്തുകൊണ്ടാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. സ്ലോപ്പ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കുറയുവാണ്. സാധാരണ കേസിൽ എങ്ങനെയാണ്? വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടിയാലേ പോസിറ്റീവ് റെസിസ്റ്റൻസ് വരുള്ളൂ. അപ്പൊ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ്, അപ്പൊ ഈ സ്ലോപ്പ് തന്നെ നമുക്ക് നോക്കുമ്പോൾ പറയാം ഈ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് എന്താണ്? കറണ്ട് കുറയുവാണ്. സോ ദിസ് ഇസ് നെഗറ്റീവ് റെസിസ്റ്റൻസ്. ഈ ഒരു കൺസെപ്റ്റ് ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ടണൽ ഡയോഡ്. ഇതിന്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ടണൽ ഡയോഡിനെ നമുക്ക് ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് സിഗ്നൽ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓസിലേറ്റർ ആയിട്ട് എന്ത് യൂസ് ചെയ്യാം? ടണൽ ഡയോഡിനെ യൂസ് ചെയ്യാം. ഇതാണ് ബേസിക് വർക്കിംഗ് ഓഫ് ടണൽ ഡയോഡ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ടണൽ ഡയോഡ് ഒരു ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈ സ്വിച്ചിങ് സ്പീഡ്, പിന്നെ ഇറ്റ് ക്യാൻ ഹാൻഡിൽ ഹൈ ഫ്രീക്വൻസീസ്. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ലോ പവർ ഡിവൈസും ആണ്, ഇറ്റ് കോസ്റ്റ്ലി ആണ്. സോ ഇത്രയാണ് നമുക്ക് ഒരു ഡയോഡിന്റെ വർക്കിംഗിലേക്ക് വരുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോവേവ് ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ സ്പീഡ് സ്വിച്ചിങ് ഡിവൈസസിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മെമ്മറി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഹൗ ടണൽ ഡയോഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഓസിലേറ്റർ. എങ്ങനെയാണ് ഒരു ടണൽ ഡയോഡിനെ ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള സർക്യൂട്ട് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഈ ഡയോഡ് എന്ന് പറയുന്നത് നമ്മുടെ ടണൽ ഡയോഡാണ്. ഈ സിംബലൈസ് തെറ്റായി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയോഡ് ഉദ്ദേശിക്കുന്ന ടണൽ ഡയോഡാണ്. ഇതെന്ന് പറയുന്നത് ടാങ്ക് സർക്യൂട്ട്. നമുക്കറിയാം ടാങ്ക് സർക്യൂട്ട് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഏത് ഫ്രീക്വൻസിയിലേക്കാണ് ട്യൂൺ ചെയ്യുന്നത് അതാണല്ലോ ടാങ്ക് സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ നമ്മളുടെ എയിം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓസിലേറ്ററി സിഗ്നൽ കിട്ടണം. അപ്പൊ ഓസിലേറ്ററി സിഗ്നൽ വരിക എന്ന് പറഞ്ഞാൽ എന്താ? കൂടി കുറഞ്ഞിരുന്നാലല്ലേ ഒരു ഓസിലേഷൻ ഉണ്ടാവുള്ളൂ. ആ വേരിയേഷൻസ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ടണൽ ഡയോഡിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോ നമ്മൾ ആ ക്യാരയിൽ നിന്ന് തന്നെ കണ്ടതാണ്. അത് ആ പ്രിൻസിപ്പിൾ വെച്ചാണ് ഇതിന്റെ വർക്കിംഗ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 റെസിസ്റ്റർ ഉണ്ട്. ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത് ഇതിന് ബയസിങ് കറണ്ട് കൊടുക്കുന്നതും, ഈ R1 ആണ്, ഈ റെസിസ്റ്റർ ആണ് ഇത് ഡയോഡിനെ പ്രോപ്പർ ബയസിംഗിൽ നിർത്തുന്നത്. അതായത് നമുക്കറിയാം ടണൽ ഡയോഡ് നെഗറ്റീവ് റെസിസ്റ്റൻസിൽ ഏത് റീജിയനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ടണൽ ഡയോഡ് ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടണൽ ഡയോഡ് നെഗറ്റീവ് റെസിസ്റ്റൻസിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. നെഗറ്റീവ് റെസിസ്റ്റൻസിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു ഓസിലേറ്ററി ഫിനോമിനൻ നടക്കുന്നത്. അപ്പൊ ടണൽ ഡയോഡ് VP ടു VV സമയത്താണ് കറണ്ട് കൂടുകയും കുറയുകയും രീതിയിൽ എഫക്ട് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്താൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ? ഒരു ഓസിലേറ്റർ പോലെ ആക്ട് ചെയ്യുള്ളൂ. കാരണം സാധാരണ ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ കൂടി പോകത്തല്ലേ ഉള്ളൂ. അതിനൊരു കുറവ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇല്ല, നെഗറ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല. അപ്പം നമുക്ക് ഈ ടാങ്ക് സർക്യൂട്ടിൽ ഒരു ഓസിലേറ്ററി സിഗ്നൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ടണൽ ഡയോഡ് ഏത് റീജിയനിൽ വർക്ക് ചെയ്യണം? നെഗറ്റീവ് റെസിസ്റ്റൻസിൽ വർക്ക് ചെയ്യണം. അത് ഓർത്തിരിക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ വർക്കിംഗ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇതിലൂടെ വോൾട്ടേജ് ഫ്ലോസ് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ വോൾട്ടേജ് ഇപ്പൊ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ടണൽ ഡയോഡിന്റെ 3 റീജിയൻ ആണുള്ളത്. ഒന്ന് 0 ടു VP, VP ടു VV, പിന്നെ VV ടു എക്സെട്ര. അപ്പൊ VP തൊട്ട് VV വരെ ആ റേഞ്ചിൽ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കറണ്ട് കുറയുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ആദ്യം നമ്മൾ കറണ്ട് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. അതിനനുസരിച്ച് ഇവിടെയും
വോൾട്ടേജ് ഡ്രോപ്പ് കൂടുന്നു. അപ്പോൾ ഡ്രോപ്പ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കാണാം? കറണ്ട് കൂടുന്നതായിട്ട് കാണാം. പിന്നെ അപ്പൊ ഒരു VP വരെ എന്ത് സംഭവിക്കും? ടണൽ ഡയോഡിൽ എന്ത് സംഭവിക്കും? കറണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് VP എത്തിക്കഴിയുമ്പോൾ എന്താണ് ടണൽ ഡയോഡ് എക്സീഡ് ചെയ്യുന്നത്? അതിന്റെ കറണ്ട് കുറയും. കറണ്ട് കുറയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അല്ലെ, കറണ്ട് കുറയുന്നതായിട്ടല്ലേ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ കറണ്ട് കണ്ടോ, അപ്പൊ ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞു, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് എപ്പോഴാണോ VV എത്തുന്നത്, ഓക്കെ, ആ VV എത്തുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ VP വരെ കറണ്ട് കൂടും. VP വോൾട്ടേജ്, അതായത് പീക്ക് വോൾട്ടേജിനേക്കാൾ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ കറണ്ട് കുറയാൻ തുടങ്ങും. അപ്പൊ കറണ്ട് കുറയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? എത്ര വരെ കറണ്ട് കുറയും? വാല്യൂ വോൾട്ടേജ് വരെ കറണ്ട് കുറയും. അപ്പൊ വാല്യൂ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? കറണ്ട് കൂടും. അപ്പൊ കറണ്ട് കൂടുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് കുറയും. ഈ വോൾട്ടേജ് ഡ്രോപ്പ് കുറയുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ബാക്കി വോൾട്ടേജ് ഡ്രോപ്പ് എവിടെ വരും? ഇതിന് അക്രോസ് വരും. അതായത് നമുക്കറിയാം ഇൻഎഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് വരുമ്പോൾ പിന്നെ അത് പഴയ പൊസിഷനിലേക്ക് പോകും. അതായത് സ്വിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റേഞ്ച് 0 to VP to VVയിലേക്ക് തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വോൾട്ടേജ് കൂടി അത് പിന്നെ VP എത്തും. VP എത്തുമ്പോൾ പിന്നെയും കറണ്ട് കൂടും. കറണ്ട് കൂടി കഴിഞ്ഞ് എന്ത് സംഭവിക്കും? പിന്നെ ഒരു വോൾട്ടേജ് കൂട്ടുമ്പോൾ പെട്ടെന്ന് കറണ്ട് കുറയാനായിട്ട് തുടങ്ങും. കറണ്ട് കുറഞ്ഞ് VV എത്തിക്കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ഇതിന്റെ ടണൽ ഡയോഡ് പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ അതെന്തായി? നോർമൽ ഡയോഡിന്റെ വർക്കിംഗ് ആയി. നോർമൽ ഡയോഡിന്റെ വർക്കിംഗ് ആയി കഴിയുമ്പോൾ എന്താ? ഇവിടുത്തെ ഡ്രോപ്പ് പിന്നെയും കുറഞ്ഞു. അപ്പൊ പിന്നെയും ഡ്രോപ്പ് കുറയുമ്പോഴത്തേന് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഡ്രോപ്പ് എവിടെ വരും? ഈ റെസിസ്റ്ററിന് അക്രോസ് വരും. അപ്പൊ പിന്നെ ആ പ്രോസസ്സ്, അതായത് സൈക്ലിക് ആയിട്ട് തന്നെ വോൾട്ടേജ് കുറഞ്ഞ് കൂടി നിൽക്കുന്നതിനനുസരിച്ച് കറണ്ട് കൂടുകയും കുറയുകയും ചെയ്യും. അതായത് ആ ഡയോഡിന്റെ അതേ വർക്കിങ്ങിലാണ് ഇവിടെ വരുന്നത്. സോ ആസ് എ റിസൾട്ട് ഈ ടണൽ ഡയോഡ് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അതായത് ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള ഡ്രോപ്പും ഈ ഡയോഡിന് അക്രോസ് ഉള്ള ഡ്രോപ്പും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ കറണ്ട് വേരിയേഷൻ വരുന്നത്. ഒന്ന് കൂടുമ്പോൾ അടുത്തടുത്ത് കുറയും, എന്നാലല്ലേ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പം ആദ്യം വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് സാധാരണ ഡയോഡ് പോലെ തന്നെ കറണ്ട് കൂടി വരും. പിന്നെ കറണ്ട് കൂടി VP എത്തിക്കഴിയുമ്പോൾ കറണ്ട് പിന്നെ കുറയാൻ തുടങ്ങും. അപ്പൊ കറണ്ട് കുറയുന്നതെന്ന് വെച്ചാൽ എവിടം വരെ കുറയും? വാല്യൂ വോൾട്ടേജ് വരെ നമ്മൾ വോൾട്ടേജ് എക്സീഡ് ചെയ്യുന്നതനുസരിച്ച് കറണ്ട് കുറയും. അത് കഴിയുമ്പോൾ തന്നെ എന്താവാ? ടണൽ ഡയോഡ് ഫിനോമിന മാറി. ടണൽ ഡയോഡ് ഫിനോമിന മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? പിന്നെ ഇത് നോർമൽ ഡയോഡിന്റെ വർക്കിംഗ് ആയി. നോർമൽ ഡയോഡിന്റെ വർക്കിംഗ് ആയി എന്താ? പെട്ടെന്ന് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് കുറഞ്ഞു. അപ്പൊ ആ വോൾട്ടേജ് ഡ്രോപ്പ് കുറയുമ്പോൾ അതിന്റെ എക്സീഡ് ആ രീതിയിൽ അത് നിൽക്കുമ്പോൾ എന്താ? അതിന്റെ എക്സിസ്റ്റിംഗ് എവിടെ നിൽക്കും? ഇവിടെ ഡ്രോപ്പ് വരും. പിന്നെ നമ്മൾ എന്താ? പിന്നെ ഇത് സൈക്ലിംഗ് ആയിട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഒന്ന് കൂടുന്നു ഒന്ന് കുറയുന്നു. പിന്നെ ഇതിനനുസരിച്ച് വോൾട്ടേജിന്റെ വേരിയേഷൻ വരുമ്പോൾ പിന്നെ ഇത് കൂടാൻ തുടങ്ങും. അപ്പൊ അന്നേരം പിന്നെ VP എത്തും. VP എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം കറണ്ട് കൂടി. പിന്നെ VP to V ആയപ്പോൾ കറണ്ട് കുറഞ്ഞു. അപ്പൊ കറണ്ട് കൂടി കുറഞ്ഞു എന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഓസിലേറ്ററി എഫക്റ്റ് അല്ലേ. അപ്പൊ അതിനനുസരിച്ച് ആ ഇത് ഏത് ടാങ്ക് സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന ഏത് ഫ്രീക്വൻസിയിലേക്കാണോ അതിനനുസരിച്ച് അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ കറണ്ട് സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാ വരുന്നത്? ഈ വരുന്ന ഡയോഡിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയാണ് ടണൽ ഡയോഡ് ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷനും നോട്ട്സും എല്ലാം ഞാൻ ഫുൾ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. അപ്പൊ ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ടണൽ ഡയോഡ്, അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഈ 4 ഡയഗ്രാം വെച്ച്. പിന്നെ ഇതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ ഇത് പീക്ക് വോൾട്ടേജ് എന്ന് മാർക്ക് ചെയ്യണം. വാല്യൂ വോൾട്ടേജ് ഈ റീജിയനെ നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കണം. പിന്നെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടണൽ ഡയോഡ് ആൻഡ് ഓസിലേറ്റർ. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.